സെപ്റ്റി ടാങ്ക് ക്ലീൻ ആക്കിയിട്ടില്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ അടുത്തേക്ക് വരാൻ പറ്റില്ല. അടുത്ത വീട്ടിലേക്കൊക്കെ സ്മെല്ല് പോയി തുടങ്ങും. ഡ്രൈവർ ഇല്ല ഗൈസ്, എന്താ രസം നോക്കിയേ. ഇതാണ് ഫ്യൂച്ചർ വെച്ച് കഴിഞ്ഞാൽ ആർക്കാണ് പിന്നെ ജോലി ഉണ്ടാവുക? എല്ലാവരുടെയും ജോലി പോവില്ലേ ഈ പോക്ക് പോയാൽ? ഗൈസ് മുടി കുറച്ചുകൂടി വേണമെന്ന് പറയണു. വൃത്തികേടായിട്ടുണ്ടോ? പ്രായം കൂടിയോ കുറഞ്ഞോ എന്നുള്ളത് നിങ്ങൾ പറയണം കേട്ടോ. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇന്നലെ തന്നെ നമ്മൾ മുടി വെട്ടണം എന്ന് കരുതിയതാണ്, മുടി വെട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും പോയിട്ട് മുടി ഒന്ന് വെട്ടണം. ചൂട് ഭയങ്കരമായിട്ട് ചൊറിച്ചിൽ കൂടുതലുണ്ട്. പിന്നെ ബാങ്കിലൊന്ന് പോകണം. അതിനു മുമ്പ് നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കൽ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ദോശ, ഓംലെറ്റ് കാര്യങ്ങളൊക്കെ കഴിച്ചു രാവിലെ തന്നെ. അപ്പോൾ ഇനിയിപ്പോൾ നേരെ മുടി വെട്ടൽ, ബാങ്ക് എല്ലാ പരിപാടികളായിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഈ പൊരി വെയിലത്ത്. എനിക്ക് ഇഷ്ടമല്ലേ? എന്ത് മനുഷ്യനത് ഞാൻ കഴിച്ചു. ബാങ്കത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു, പുറത്തിറങ്ങി ഇനി നേരെ മുടി വെട്ടാൻ പോണം. അങ്ങനെ മുടിയൊക്കെ വെട്ടി ഇതാ വീട്ടിലെത്തി. അമ്മൂന് 2 നോട്ട് ബുക്ക് വാങ്ങണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നോട്ട് ബുക്കൊക്കെ വാങ്ങി ഇതാ തിരിച്ചെത്തി. ഇനി ഒന്ന് കുളിക്കണം, മുടിയൊക്കെ വെട്ടിയതല്ലേ. പോണ പോക്കൽ ഷേപ്പും ചെയ്തു. ഇവിടെ ഇതാ ബീൻസ് ക്യാരറ്റ് ഉപ്പേരി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അമ്മു ഒരു പുളിയുള്ള ഒരു കറി ഏതായാലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. പുളിയുള്ള കറി എന്താ അറിയില്ല, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എന്താണ് ഗൈസ് ഇപ്പോൾ അവസ്ഥ? ഓക്കെ ആണോ? മുടി വെട്ടിയതൊക്കെ ഓക്കെ ആണോ? ചെറുപ്പമായോ അതോ വയസ്സനായോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുന്നുണ്ടോ? എങ്ങനെയുണ്ട് മുടി വെട്ടിയത്? എല്ലാ ഭാഗത്തും പോയാ? ഞാൻ അവന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തു. എങ്ങനെയെങ്കിലും വൃത്തിയാക്കി തായോ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കൂടുതലൊന്നും പറയാൻ പോയില്ല. ഹിന്ദിക്കാരനല്ലേ, ഓന് കൂടുതൽ മലയാളം തമിഴൊന്നും ചിലവാകില്ലല്ലോ. ഹിന്ദി എനിക്കും ചിലവാകില്ലല്ലോ. അപ്പൊ പിന്നെ കഷ്ടിച്ച് ഒപ്പിച്ച് പറഞ്ഞിട്ട് ഇത് നിറയേറായിട്ട് കേട്ടോ ഉണ്ട് കേട്ടോ. ഇത് ഓഫ് ചെയ്തിട്ടില്ലെങ്കിൽ മൊത്തം പണി പാളും, മൊത്തം കോരി എടുക്കേണ്ടി വരും. മോട്ടർ ഇട്ടില്ലേ? മോട്ടർ ഇടണം. കഴിക്കുക, കഴിച്ചിട്ട് കിടന്നോ? വാ, മീനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. വാ. മീനോ? തളയും കൊണ്ടുവന്നിട്ടുണ്ട്. മീനുണ്ടാക്കി. എന്റെ ഹെയർ സ്റ്റൈല് നോക്കിയോ? നന്നായിട്ടുണ്ട്. മുടി വെട്ടിയിട്ട് കുറച്ച് കൂടുതൽ കട്ടായോ അതോ കറക്റ്റ് ആയോ? മുടി ഇല്ലാത്ത പോലെ ഉണ്ട്. അയ്യേ, എന്റെ തലമുണ്ട നോക്കിയാ കഷണ്ടി. മുടി തീരെ ഇല്ലാത്ത പോലെ ഉണ്ട്. കുറച്ച് മുടി വേണ്ടേ? വയസ്സനായി തോന്നുമോ ചെറുപ്പമായിട്ട് തോന്നുമോ അറിയില്ല. അവ കഴിക്കാം. ഗൈസ് മുടി കുറച്ചുകൂടി വേണമെന്ന് പറയണു. കട്ട് ചെയ്ത് കളഞ്ഞപ്പോഴാണ് മനസ്സിലാവണ അത്യാവശ്യം കട്ടായിട്ടുണ്ട്. വൃത്തികേടായിട്ടുണ്ടോ? പ്രായം കൂടിയോ കുറഞ്ഞോ എന്നുള്ളത് നിങ്ങൾ പറയണം കേട്ടോ. 1:30 കഴിഞ്ഞു. കഴിക്കാം. അങ്ങനെ ഹെയർ ഡേ എടുക്കായിരുന്നല്ലേ? അതിനിനി പിന്നെ കുളിക്കണം, വെയിറ്റ് ചെയ്യണം, ഒരുപാട് മെനക്കേട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ. ഞാൻ വന്നപ്പോൾ തന്നെ ഉച്ചയാവാറായി. ഉച്ച മുക്കാലൊക്കെ ആയി. അപ്പോൾ ലഞ്ച് കഴിക്കുക. ഇതാണ് ഉപ്പേരി, ബീൻസ് ക്യാരറ്റ്. ഇത് അമ്മൂൻ്റെ സ്പെഷ്യൽ. ഇതെന്താ അതിൻ്റെ പേര്? കാറക്കൂട്ടാന്ന് പറയും. കുറച്ച് പുളി ഒക്കെ ഒഴിച്ചിട്ട് വഴുതനങ്ങയൊക്കെ ഇട്ടിട്ട്. പിന്നെ മീൻ വറുത്തത്. ലേശം മൊരിയിൽ കൂടിയോന്ന് അറിയില്ല, ഓവർ ക്രിസ്പായ പോലുള്ളൊരു ഫീലുണ്ട്. എനിക്ക് ഇഷ്ടം തന്നെയല്ലേ നല്ല ക്രിസ്പായാലും? കുറച്ച് ദിവസങ്ങളായി അല്ലെങ്കിൽ ആഴ്ചകളായി എന്ന് പറയാം വയറ് സുഖമില്ലാണ്ടായിട്ടുള്ളൂ. ചൂടുകൊണ്ടാണ് തോന്നുന്നുണ്ട് ലൂസ് മോഷൻ. ഒരു രക്ഷയില്ല. ഇതിനെന്താ സൊല്യൂഷൻ ചോദിച്ചാൽ എനിക്കറിയില്ല. സാധാരണ വേനൽക്കാലമാകുമ്പോൾ എനിക്ക് പൊതുവെ വരാറുള്ള ഒരു പ്രതിഭാസമാണിത്. വേനൽക്കാലമൊക്കെ മാറുന്ന സമയത്ത് തന്നെ അത് നിൽക്കുകയും ചെയ്യും. ചൂട് കൂടിയിട്ടാണ് തോന്നുന്നുണ്ട്. എന്ത് വയറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാലും ശരി, അത് വെള്ളമായിട്ടേ പുറത്ത് പോവുള്ളൂ. വല്ലാത്തൊരവസ്ഥയാണ്. ഇത് അനുഭവിച്ചവർക്കേ അറിയുള്ളൂ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. മൈൻഡ് വേവ്സ് ചാനലിന് വേണ്ടിയിട്ടുള്ള ഒരു 2 വീഡിയോ ഇപ്പോൾ അതാ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞേ ഉള്ളൂ. ഇതതിന് മുമ്പത്തെ വീഡിയോ ആണ്. ഇനി ഇത് 2ഉം എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണം. അടുത്ത 2 വീഡിയോ ഇതോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കഴിഞ്ഞിട്ടില്ല. എങ്ങനെയുണ്ട്? അമ്മ നമ്മുടെ സ്ക്രീന് വലുപ്പമുണ്ട്. എങ്ങനെയുണ്ട്? ഇഷ്ടായോ? നല്ല വലുപ്പമുണ്ട്. 27 ഇഞ്ച് ഉണ്ട്. മറ്റത് 21 ഇഞ്ചേ ഉള്ളൂ. അപ്പൊ ഇച്ചിരി കൂടി വലുപ്പം കൂടും. അപ്പൊ കാണുന്ന കാഴ്ചകളെ കുറിച്ച് അതൊക്കെ അവിടെ വയ്ക്കും. സ്പീക്കർ അവിടെ കടത്തി വെച്ചു. അങ്ങനെ ആകുമ്പോൾ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ എളുപ്പമല്ലേ, തിരിക്കാനും മറിക്കാനൊക്കെ. നല്ല അടിപൊളിയല്ലേ? അതെന്തെങ്കിലും ആവട്ടെ. നിങ്ങൾ ആദ്യമായിട്ടല്ലേ ഇപ്പൊ ഇത് കയറി കാണാനായിട്ട്? ആദ്യമായിട്ട് കാണുന്നുണ്ട്. ഇന്ന് കണ്ടത് കേടില്ലാന്നുണ്ട്.
ഇതൊന്നും കിട്ടാൻ എന്താ ഇത് കിട്ടാൻ കുറെ കിടന്നലഞ്ഞു. ഞങ്ങൾക്ക് ഇത് വേണം ഇവിടെ അങ്ങനെ കുത്തിയേക്കണം. അത് മൈക്ക് ഇതോ ആ മൈക്ക് ഇവരുടെയൊക്കെ ഫ്ലാഷ് ഇട്ടിട്ട് കാണാം. ഇതാ അവിടെ ഉണ്ട് മൈക്ക് ഉണ്ട്, ഇവിടെ ഉണ്ട് ഒരു മൈക്ക് ഉണ്ട്. അപ്പൊ തൂക്കിയിട്ടുണ്ട്. തൂക്കിയിട്ടല്ല, അത് ഷർട്ടിന്റെ മുകളിൽ ഇങ്ങനെ ഇതാക്കി വെക്കണതാണ്. തൂക്കിയിട്ട അത് വലുതാക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ₹1 കോയിനില്ലേ, കൊട്ടനൂറുപ്യ, അതിന്റെ വലിപ്പമുള്ള മൈക്കിന്. അത് ഒരെണ്ണം മേടിച്ചു കഴിഞ്ഞാല് പിന്നെ ഫോൺ ഇപ്പൊ എവിടെ വെച്ചാലും കുഴപ്പമില്ല, നമുക്ക് നടന്നു പോയി ഇങ്ങനെ വർത്തമാനം പറയാം. ഈസി ആയിട്ട് റെക്കോർഡ് ചെയ്യാം, സൗണ്ട് ഫുള്ള് കിട്ടുകയും ചെയ്യും. ഇത് നമ്മള് ഫോണിന്റെ മുമ്പിൽ വന്നിട്ട് വർത്തമാനം പറയണം. ഇപ്പൊ നിങ്ങൾ ഈ അവിടെ ആ ഹാളിൽ നിന്നിട്ട് വർത്തമാനം പറഞ്ഞ വെച്ചാൽ ഇതിലൊന്നും കേൾക്കില്ല. ഇവിടുത്തെ ആ പ്രശ്നം പിന്നെയും വരാൻ തുടങ്ങി. വെള്ളം എന്താ പോണു? ഇത് വാട്ടർ ടാങ്ക് ആണോ, ഇനിയിപ്പോൾ വല്ല സെപ്റ്റിക് ടാങ്ക് ആണോ എന്നപ്പോൾ എനിക്ക് ഡൗട്ട്. മണം വരുന്നുണ്ട്, ചെറുതായിട്ട് മണം അങ്ങനല്ല, എന്നാൽ ലൈറ്റ് ആയിട്ടുണ്ട്. ഇനി അടഞ്ഞു കിടക്കുന്നതിൻ്റെ വെള്ളം വരുന്നതുകൊണ്ടുള്ള മണമാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇപ്പോൾ ഇത് ക്ലീൻ ചെയ്യാനുള്ള ആൾക്കാരെ വിളിച്ച് വരുത്തി ക്ലീൻ ആക്കണം. ഇനിയിപ്പോൾ സെപ്റ്റിക് ടാങ്ക് ആണെങ്കിൽ നോക്കട്ടെ എന്താണ് സംഭവം എന്ന് അറിയാൻ പാടില്ല. എന്താ ചെയ്യുക, ക്ലീൻ ചെയ്യണം. அந்த பெரிய வண்டி ஒன்று வச்சுல லாரி ഇപ്പോഴാണ് ആ സത്യാവസ്ഥ ഞാൻ അറിയണത്. ഈ സാധനം വാട്ടർ സ്റ്റോറേജോ വാട്ടർ ടാങ്കോ ഒന്നുമല്ല, അത് സെപ്റ്റി ടാങ്കാണ്. അപ്പുറത്തുള്ളവൻ ഇതുപോലെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി കൊണ്ടുവന്നിട്ട് ക്ലീൻ ചെയ്തിട്ട് പോയിരുന്നു കഴിഞ്ഞ മാസം. ഞാൻ അത്രത്തോളം ശ്രദ്ധിച്ചില്ലേ സംഭവം. അതെയോ വേറെ എന്തെങ്കിലും ആയിരിക്കും, വെള്ളം ടാങ്കിൽ അടിച്ച് നിറയ്ക്കാനായിരിക്കും, എന്തെങ്കിലും മോട്ടോർ കംപ്ലൈൻ്റ് ആയിരിക്കും എന്നൊക്കെയാണ് കരുതിയത്. ഇപ്പോഴാണ് സംഭവം പിടികിട്ടിയത്. ഇപ്പം ഇതിന് ആളെ വിളിച്ച് വരുത്തി ഇതിത്തെ വേസ്റ്റ് എല്ലാം എടുത്ത് കൊണ്ട് കളയണം. അതാണ് അടുത്ത പണി. ലോറിയിൽ വരും അവർ, വലിയ ലോറി വന്നിട്ട് എടുത്തുകൊണ്ട് പൊക്കോളും. 2500 2600 റുപ്യാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മളെടുത്ത് നിന്ന് എത്ര ചാർജ് ചെയ്യാമെന്ന് അറിയാൻ പാടില്ല. ഞങ്ങൾക്കൊരു കാഴ്ച കാണിച്ചു തരാം. പുറത്തേക്ക് പോവാം, ഇവിടെ വാ. നോക്കി, ഇയാള് കുളിച്ച വെള്ളം മൊത്തം കിടക്കുന്നത് ഇത് ഇവിടെ റോട്ടിലാണ്. ഇത് ഡ്രൈനേജിന്റെ ടാങ്കാണ് ഇത്ര. പ്രിൻസ് നമ്പർ ചോദിച്ചു, ഞാനത് വിളിച്ചു നോക്കി 2 വട്ടം, എടുക്കണില്ല. ചെറുതായിട്ട് സ്മെല്ല് വരുന്നില്ല ഇതിനകത്തുനിന്ന്. സ്മെല്ല് അത് മൂക്കടപ്പായിട്ടാ, പക്ഷെ ചെറിയ സ്മെല്ലുണ്ട്. ഇത് ശരിയാക്കണം കേട്ടോ. ഇത് ഇപ്പൊ വിളിച്ചു കഴിഞ്ഞാൽ നാളെ വരും. ഞാൻ വിളിച്ചു 2 വട്ടം വിളിച്ചു, 1 വട്ടം വിളിച്ച് എടുത്തില്ല. 2ാം വട്ടം വിളിച്ചപ്പോൾ എൻഗേജഡ് ആയിരുന്നു. ഇയാളൊന്ന് വിളിച്ചിട്ടൊന്ന് പ്രോപ്പറായിട്ടൊന്ന് സംസാരിക്കുമല്ലോ. ഇന്നലെ മിഞ്ഞാന്നും ഉണ്ടായിരുന്നു, 2 ദിവസമായിട്ടുണ്ടായിരുന്നു. വെള്ളം ഇപ്പൊ ഇയാള് കുളിച്ചു കഴിഞ്ഞപ്പോ ആ വെള്ളം മൊത്തം പുറത്തേക്ക് വന്നതാണ്. എങ്ങനെയുണ്ട് വേണ്ടോ? ഇപ്പൊ വിളിച്ചു കഴിഞ്ഞാൽ നാളെ വരും. ഞാൻ അയച്ചിട്ടുണ്ട്, ഇയാളെ വാട്സപ്പിലേക്ക് ഇട്ടിട്ടുണ്ട്. ഞാൻ എന്താ ടീഷർട്ട് തിരിച്ചിട്ടുണ്ട്, കോട്ടൺ കാൻഡി പിന്നെ പിന്നിൽ വന്നിട്ടുണ്ട്. അവിടെ കഴുത്ത് നോക്ക്, അത് തിരിച്ചായിട്ടിരിക്കണ്. ആര് കാണാനപ്പോ ടീഷർട്ട് തിരിച്ചിട്ടിരിക്കുക, ആര് കാണാനാ? നമ്മളൊക്കെ തന്നെയല്ലേ കാണുള്ളൂ. സെപ്റ്റി ടാങ്ക് ക്ലീൻ ആക്കിയിട്ടില്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ അടുത്തേക്ക് വരാൻ പറ്റില്ല. അടുത്ത വീട്ടിലേക്കൊക്കെ സ്മെല്ല് പോയി തുടങ്ങും. ഇപ്പോൾ ഒന്നും ആയിട്ടില്ല, സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ്. കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുന്നതിന് മുമ്പ് അവരെ വിളിച്ചു വരുത്തണം. മോസ്റ്റ്ലി ഇന്ന് വിളിച്ചു കഴിഞ്ഞാൽ നാളെ വരും. അവരൊക്കെ എമർജൻസി ടീമുകളാണല്ലോ. അവർ വലിയ ലോറി ആയിട്ടാണ് വരിക. ആ പിന്നിൽ 2 ചക്രം ഡബിള് വരുന്ന ആ വലിയ ലോറി ആയിട്ടാണ് അവർ വരാറ്. അപ്പോൾ എന്തായാലും ഉടനെ വിളിച്ച് വരുത്തണം. എന്തായാലും ഇപ്പോൾ ഈ പ്രോബ്ലം ഒന്ന് പെട്ടെന്ന് സോൾവ് ചെയ്യണം. ഈ പ്രോബ്ലം ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവും. കാരണം നാട്ടുകാർ മുഴുവൻ കംപ്ലയിൻറ്റ് ചെയ്യും, നാട്ടുകാർക്ക് മൊത്തം ബുദ്ധിമുട്ടാവും. അപ്പോൾ അതിന് മുമ്പ് ഈ പ്രശ്നം സോൾവ് ചെയ്യണം. അവർ ആ ക്ലീനിങ് ചെയ്യുന്ന ടീമുകാർ എന്ത് പറഞ്ഞു, എപ്പോൾ വരുന്ന പറഞ്ഞേ? നാളെ രാവിലെ വിളിക്കാന്ന് പറഞ്ഞു. വരാൻ നാളെ 8 മണിക്ക്. സ്മെൽ അടിക്കുന്നുണ്ട്, പെട്ടെന്ന് വരാൻ പറഞ്ഞാൽ പെട്ടെന്ന് വരും. തന്നെ പറഞ്ഞു. എത്ര എമൗണ്ട് പറയണ അവർ? 2300 പറഞ്ഞു. പിന്നെ എന്തോ കൂലിന്നൊക്കെ പിന്നെ പറഞ്ഞു. പിന്നെ ഫൈനായിട്ട് 2300 പറഞ്ഞു. നാളെ വന്നാൽ അറിയാം. സമാധാനം. അവരുടെ അടുത്ത് 2500 പറഞ്ഞിട്ട് അവർ എക്സ്ട്രാ കൂലി വേണം, ചായ പൈസ വേണം എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കയ്യിൽ നിന്ന്, അയലോക്കത്തുള്ള അവൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചത് 2600. ഇയാൾ കഴിച്ചോ? ഇയാൾക്കുള്ളത് റെഡി ആയിട്ടുണ്ട്. ഓക്കെ. ആ ഇഡലി പൊടിയൊന്നും വാങ്ങിക്കായിരുന്നു കേട്ടോ. ഇതിൽ 2 ഇതിൽ ഇട്ട് വെക്കാം. കാലമായപ്പോഴേക്ക് ഡിന്നർ കഴിഞ്ഞു, പാത്രം കഴുകി വയ്ക്കാൻ പോവുകയാണ്. അത്ര ഫാസ്റ്റാണ് ഇവിടുത്തെ ഡിന്നർ പരിപാടി. മൈൻഡ് വേവ്സിന് എടുത്തു വെച്ചിരിക്കുന്ന 2 വീഡിയോസ് എഡിറ്റ് ചെയ്ത് തീർക്കട്ടെ. നാളെ ഒരു ഡിസൈൻ വർക്ക് ചെയ്യാനുണ്ട്.
എല്ലാം കൂടി ഒരുമിച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഒന്നിനും നേരം കിട്ടില്ല. പിന്നെ വ്ളോഗും ചെയ്യണ്ടേ നടുവ് കൂടെ. ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു തരാം. എൻ്റെ കിളി പോയിട്ടിരിക്കുകയാണ്. I don't feel like it's a automatic drive, you know. It just feels like a normal driver drive. ഇതിനകത്ത് ഡ്രൈവർ ഇല്ല, ഡ്രൈവർലെസ് കാറ്. ചൈനയിലൊക്കെ റോബോ ടാക്സിയാണ് ഇപ്പോൾ. Okay, ആരെങ്കിലും റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ അപ്പം തന്നെ വണ്ടി Here don't have lights, but still it's stop. സ്പീഡിൽ 8 കിലോമീറ്റർ ബാക്കിയുണ്ട്. 6 മിനിറ്റ് നമ്മൾ എത്തും. സോ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് എത്താറായി. 400 മീറ്റർ കൂടി. ഡ്രൈവർ ഇല്ല ഗൈസ്. എന്താ രസം നോക്കിയേ. ഇതാണ് ഫ്യൂച്ചർ വെച്ച് കഴിഞ്ഞാൽ ആർക്കാണ് പിന്നെ ജോലി ഉണ്ടാവുക? എല്ലാവരുടെയും ജോലി പോവില്ലേ ഈ പോക്ക് പോയാൽ? അപ്പോൾ ഭാവിയിൽ ഐ തിങ്ക് ഒരു 5 വർഷത്തിൽ ചൈനയിൽ മിക്കവാറും ഡ്രൈവർമാരുണ്ടാവില്ല. I'm shooting here, so I can't come to Chennai and see you. But can you just come to Cochin and, can we meet? Can we sit and talk and understand that, yeah, he didn't come for a month. நிஜமாவே சொல்றாங்களா? നയൻതാരയുടെ ഫാനാ? Why are you like avoiding? അങ്ങനെയല്ല, വെറുതെ കണ്ടു, ആ ക്ലിപ്പ് വന്നു, വെറുതെ കണ്ടു, ഇത്രേ ഉള്ളൂ. ലേഡി സൂപ്പർ സ്റ്റാർ അല്ലേ? അങ്ങനൊന്നും. മലയാളത്തിലെ 2ാമത്തെ ലേഡി സൂപ്പർ സ്റ്റാർ. ഫസ്റ്റ് താര മഞ്ജു വാര്യർ അല്ലേ? 2ാമത്തേത് ഇത് മലയാളത്തെ അല്ലല്ലോ, തമിഴത്തെ അല്ലേ? ആ എന്നാലും ഇന്ത്യ മൊത്തം ഇപ്പം അങ്ങനെയല്ലേ അറിയപ്പെടുന്നത്. സൗത്ത് ഇന്ത്യൻ ലേഡി സൂപ്പർ സ്റ്റാർ എന്നുള്ള പേരിലല്ലേ, ആ ഒരു ടാഗിലല്ലേ പയ്യന്മാർ അറിയപ്പെടുന്നത്. എന്താല്ലേ, ചില ആൾക്കാർ അങ്ങനെ കരിയറിൽ അങ്ങ് ഹൈറ്റിലേക്ക് പോകും. ഇയാളും ഹൈറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ടല്ലേ വെയിറ്റ് ചെയ്യുന്നത്. നെറ്റ് എഴുതണം, എക്സാം എഴുതണം, കോളേജിൽ അഡ്മിഷൻ കിട്ടണം. പഠിക്കുന്നുണ്ടോ? Why are you like avoiding? തുടങ്ങിയിട്ടില്ല, തുടങ്ങണം. അപ്പോൾ നാളെ ഇതിനുള്ളൊരു സൊല്യൂഷൻ ഉണ്ടാവാൻ പോവുകയാണ്. ഡ്രൈനേജ്, നമ്മുടെ വാട്ടർ സീവേജ്. അതേതായാലും നാളെ തീരുമാനമാവും. 8:30-9 മണിയാകുമ്പോഴേക്കും അവർ വരുമെന്നാണ് പറഞ്ഞത്. എപ്പോഴാണ് വരുമെന്ന് കറക്റ്റ് അറിയില്ല. നേരത്തെ വന്നാൽ കൊള്ളാം. കാരണം ഇനി അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മെല്ല് വരാൻ തുടങ്ങും. ആദ്യമൊന്നും സ്മെല്ല് ഉണ്ടായിരുന്നില്ല കേട്ടോ, അങ്ങനെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇയാൾക്കും അങ്ങനെ സ്മെല്ലൊന്നും വന്നിരുന്നില്ല. ഇപ്പോഴും വന്ന പോലെ ഇല്ല. അത് ഇയാൾക്ക് മൂക്കടപ്പാ ജലദോഷമുണ്ട്. പക്ഷേ ലേറ്റായിട്ട് സ്മെല്ല് വരുന്ന പോലുള്ള ഒരു ഫീൽ എനിക്ക് വന്നു. നാളെ തന്നെ അവർ വന്ന് പരിപാടി ചെയ്യണമെങ്കിൽ നല്ലതാണ്. കാരണം ചുറ്റുള്ള നാട്ടുകാർക്കൊക്കെ അതൊരു പ്രശ്നമാവും. കാരണം സ്മെല്ല് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത് അവിടെ വെച്ച് എൻഡ് ചെയ്യാൻ പോവാണ്. ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.